ഡയമണ്ട്സ് എരമല്ലൂർ വടതല. ജോയിന്റ് കൗൺസിൽ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കോതമംഗലത്ത് പൊതുസമ്മേളനം നടന്നു. രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനം തുടച്ചു നീക്കുമെന്ന് പ്രഖ്യാപനം നടത്തി നോട്ട് നിരോധനം നടത്തിയെങ്കിലും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഭീകരവാദം അടിച്ചമർത്തുന്നതിൽ മോദി സർക്കാർ പരാജയപ്പെട്ടു എന്നതാണ് വ്യക്തമാവുന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കമല സദാനന്ദൻ കുറ്റപ്പെടുത്തി. ജോയിന്റ് കൗൺസിലിന്റെ 56ാമത് വാർഷിക ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കോതമംഗലത്ത് ചേർന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കമല സദാനന്ദൻ. ഭീകരതയും വർഗീയതയും രാജ്യത്തെ ഭീഷണിയാവുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും കമല സദാനന്ദൻ ആവശ്യപ്പെട്ടു. കാശ്മീരിൽ ഭീകര പ്രവർത്തകരുടെ വെടിയേറ്റ് മരിച്ചവരുടെ കുടുംബങ്ങളെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർത്ത് പിടിക്കണമെന്നും കമല സദാനന്ദൻ ആവശ്യപ്പെട്ടു. രാജ്യം ദുരന്തങ്ങൾ നേരിടുമ്പോൾ ജനസേവകരായി എത്തുന്ന സർക്കാർ ജീവനക്കാരുടെ ത്യാഗം മഹനീയമാണെന്നും അവർ പറഞ്ഞു. മഴയും വെയിലും വകവെക്കാതെ നിപ്പയും നോക്കിയും പ്രളയവും കോവിഡും മുഖാമുഖം നേരിട്ട കേരളത്തിലെ ജീവനക്കാരുടെ സേവനം ലോകത്തിന് മാതൃകയാണെന്നും കമല സദാനന്ദൻ അവകാശപ്പെട്ടു. മുസ്ലിം വാക്കുകൾ ഹിന്ദുത്വവൽക്കരിക്കുന്ന BJPയുടെ കേന്ദ്ര സർക്കാരിനെതിരെ ജനാധിപത്യം മതേതരം കാത്തുസൂക്ഷിക്കുന്ന നാം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്നും അവർ ആഹ്വാനം ചെയ്തു. CPI സംസ്ഥാന കൗൺസിൽ അംഗം PK രാജേഷ് അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം SKM ബഷീർ സ്വാഗതം പറഞ്ഞു. CPI സംസ്ഥാന കൗൺസിൽ അംഗം അജിത് കോളാടി മുഖ്യ പ്രഭാഷണം നടത്തി. എന്റെ ചുമതല നേരത്തെ നിശ്ചയിച്ചിരുന്നത് സെക്കൻഡ് റിപ്പോർട്ട് അവതരിപ്പിക്കാനാണ്. സെക്കൻഡ് റിപ്പോർട്ട് സുഖം മനസ്സിലാവും നിങ്ങളോട് അവതരിപ്പിക്കുന്നുള്ളതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം സെക്രട്ടറിയെ കുറിച്ച് സെക്രട്ടറിയുടെ രീതിയിൽ എന്തെങ്കിലും പറയാൻ പോകുന്നത് ശരിയെന്നുള്ളതുകൊണ്ട് മാത്രം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. നമുക്കറിയാവുന്നതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സംഘടന ഇന്ന് ജീവനക്കാരുടെ ഇടയിൽ മറ്റേത് പ്രസ്ഥാനക്കാരുടെക്കാളും ഏറ്റവും ഉറച്ച നിലപാട്. AIYF സംസ്ഥാന പ്രസിഡന്റ് N. അരുൺ ഉപഹാര സമർപ്പണം നടത്തി. ബിന്ദു രാജൻ, PT ബെന്നി, C. അനീഷ്, MA അനൂപ്, ഹുസൈൻ പദ്വന, KK ശ്രീജേഷ്, G. അരുൺ, EP പ്രവിത, കൊച്ചുദർശ ജാൻസി, സാജു EP, സന്ദീപ് ആർ എന്നിവർ പ്രസംഗിച്ചു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി കോതമംഗലം നഗരത്തിൽ പ്രകടനം നടത്തി. കോതമംഗലം ഹൈറേഞ്ച് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.